ഇനി കിഫ്ബി മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടനൊന്നും വിടുന്ന ഒരു മട്ടും കാണുന്നില്ല. കാരണം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഹൈക്കോടതിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അപ്പീൽ നൽകിയിട്ടുണ്ട്. ഹർജി ഡിവിഷൻ ബെഞ്ച് ഇന്നു തന്നെ കേൾക്കണമെന്നാണ് ഇഡിയുടെ ആവശ്യം. എസ് രാഗിൻ തന്നെ ചേരുന്നുണ്ട് നമുക്കിപ്പം. രാഗിൻ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോടതി തന്നെ പറഞ്ഞതാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി കാത്തു നിൽക്കാം, ഇഡിക്ക് ചോദ്യം ചെയ്യലിന് കുറച്ചും കൂടി കാത്തു നിൽക്കാം എന്ന് പറഞ്ഞതാണ്. പക്ഷേ അങ്ങനെയല്ല, ചോദ്യം ചെയ്തേ മതിയാവുകയുള്ളൂ എന്നുള്ളൊരു നിലപാടിൽ മുന്നോട്ട് തന്നെ പോവുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അപ്പോൾ എന്താണ് തോമസ് ഐസക്കിന്റെ ഈ വിഷയത്തിലെ നിലപാട്? ഒപ്പം തന്നെ ഇഡി നീക്കം ഹൈക്കോടതി എന്ത് നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം. വളരെ സുപ്രധാനമായൊരു നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത്. അവധിക്ക് കോടതി പിരിയാനിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പെറ്റീഷൻ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് നേരത്തെ കഴിഞ്ഞ ദിവസം കോടതി കേസ് പരിഗണിച്ചപ്പോൾ ഈ ഘട്ടത്തിൽ തോമസ് ഐസക്കിനെ വിളിക്കേണ്ടതില്ല, കാരണം തെരഞ്ഞെടുപ്പാണ്, ഒരു സ്ഥാനാർത്ഥിയെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്ന് കോടതി പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് ഇഡി ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. അതായത് നേരത്തെ ഈ ഇഡി സമൻസ് തോമസ് ഐസക്കിന് കൈമാറിയിരുന്നു, 5ഉം 6ഉം തവണ കൈമാറിയിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ തോമസ് ഐസക് ഹാജരായിരുന്നില്ല. ഈ സമൻസിനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതി എത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ കോടതി കേസ് കേട്ട ശേഷം മെയ് 22 കേസ് വയ്ക്കുകയായിരുന്നു. ഇതിനിടയിൽ വീണ്ടും ഈ മെയ് 22 ഒരു സമൻസ് കൂടി തോമസ് ഐസക്കിന് വന്നു. അങ്ങനെയാണ് തോമസ് ഐസക് ഒരു ഉപഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തിയത്. ആ ഹർജിയാണ് കഴിഞ്ഞ ദിവസം പരിഗണിച്ചത്. അപ്പോൾ കോടതി പറഞ്ഞത് ഇഡി നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ ചില വിശദീകരണത്തിന് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത് വിശദീകരണം ആവശ്യവുമാണ്, പക്ഷേ ഈ ഘട്ടത്തിൽ വിളിപ്പിക്കേണ്ടതില്ല എന്നാണ്. അതിനെയാണ് ഇഡി ചോദ്യം ചെയ്യുന്നത്. ഇഡി പറയുന്നത് തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാതെ ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോകില്ല. ഇതിൽ ഡിലേ ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ചോദ്യം ചെയ്യൽ വൈകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കണം. മാത്രമല്ല സിംഗിൾ ബെഞ്ച് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഈ ഇഡി നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ ഇതിന്റെ ചില ക്ലാരിഫിക്കേഷൻസ് ആവശ്യമാണെന്ന്, അതായത് തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് ഈ ഘട്ടത്തിൽ വിളിപ്പിക്കേണ്ടതില്ല എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കീഴ്വഴക്കമാണ്, അത് ശരിയായ നടപടിയല്ല എന്നാണ് ഇഡിയുടെ വാദം. എന്തായാലും കോടതിക്ക് മുന്നിലേക്ക് ഇതെത്തുമ്പോൾ കോടതി ഡിവിഷൻ ബെഞ്ച് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് കാത്തിരുന്ന